ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് മോഹൻലാലിൻ്റെ എക്കാലത്തെയും മഹത്തായ ഒരു ചലച്ചിത്രമായ കമലദളത്തിൻ്റെ റിവ്യൂ ആണ്. ഇതിൽ മോഹൻലാൽ, മുരളി, പാർവതി, മോനിഷ, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുകുമാരി തുടങ്ങിയ പ്രശസ്തരായ ഒരു താരനിര തന്നെ ഈ ചലച്ചിത്രത്തിൽ അണിനിരക്കുന്നു. ഇതിൽ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന വേഷം നന്ദഗോപൻ എന്ന കലാമന്ദിരത്തിലെ അധ്യാപകനായിട്ടാണ് അദ്ദേഹം ഇതിൽ വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭരതനാട്യം നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു പാർവതിയുടെ പേര്, ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര് സുമംഗല. ഒരു ലക്ഷണമൊത്ത ഒരു നൃത്തം ചെയ്യുവാൻ പറ്റിയ ഒരാളായിരുന്നു സുമംഗലയെ പഠിപ്പിച്ച് മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ നന്ദഗോപൻ്റെ സ്വപ്നമായ സീതാ കല്യാണം എന്ന സംഗീത ശില്പം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എന്നും ഉള്ള ഒരു വലിയ ചിരകാല സ്വപ്നമായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെയാണ് എല്ലാ ദിവസവും കലാമന്ദിരത്തിൽ ഭാര്യയുമായിട്ട് വരികയും അവിടെ ഇരുന്ന് ഭാര്യയെ ഈ നൃത്തം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സുമംഗല ഒരു സാധാരണ കുറുമ്പി പെൺകുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ നന്ദഗോപൻ്റെ തന്നെ മുറപ്പെണ്ണാണ് സുമ. അവൻ സഹോദരിയായിട്ട് കളിക്കൂട്ടുകാരിയായിട്ടാണ് കണ്ടത്. എങ്കിലും സുമയ്ക്ക് അദ്ദേഹത്തെ ഒരു ഭർത്താവായിട്ട് കാണുന്നതിനായിരുന്നു താല്പര്യം. അങ്ങനെ അവർ ഇതിനിടയിൽ വിവാഹിതരാകുന്നു. വിവാഹം കഴിച്ച ഉടനെ ഇവൾക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായ അതിയായ സ്നേഹമാണ് സുമയ്ക്കുള്ളത്. അപ്പോൾ അതിനെ ചൊല്ലി ഈ സ്വന്തം ഭർത്താവ് ഇങ്ങോട്ടെങ്കിലും പോകുന്നതിനെ ഒക്കെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ നിരന്തരം ആവശ്യമില്ലാത്ത ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം ദൂരെ എവിടെയോ പോയിട്ട് വന്നപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, ഞാനങ്ങ് മരിക്കും എന്ന്. അങ്ങനെ ഞാൻ മരിക്കും എന്ന് പറയുമ്പോൾ നന്ദഗോപൻ പറയും, എന്നാ നീ പോയി മരിക്കുക എന്ന് സാധാരണ പറയുന്നത് പോലെ. പക്ഷേ ഈ സന്ദർഭത്തിൽ സുമംഗല തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ്. ഈ ഭാര്യയുടെ ആത്മഹത്യയെ തുടർന്ന് അദ്ദേഹം ഒരു മദ്യപാനി ആയിട്ട് മാറുന്നു. മദ്യത്തിൽ അഭയം തേടുന്നതാണ് കഥ. അപ്പോൾ ഭാര്യയുടെ ആത്മഹത്യ ഒരു കൊലപാതകമെന്നാണ് മറ്റുള്ളവർ കണക്കാക്കുകയും അദ്ദേഹത്തിനെതിരെ കേസ് വരികയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടെങ്കിലും കലാമന്ദിരത്തിലെ അധ്യാപകനായിരുന്നല്ലോ ഈ സമയത്ത്. അദ്ദേഹത്തെ കലാമന്ദിരത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കലാമണ്ഡലത്തിൽ ഇനിയും ഈ കോടതി കേസൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കലാമന്ദിരത്തിൽ ജോലിക്ക് കയറാം. അത്രമാത്രം മദ്യപാനിയായിട്ടാണ് അദ്ദേഹത്തെ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജോലിക്ക് കയറുവാൻ ഇവിടുത്തെ കലാമന്ദിരത്തിലെ സെക്രട്ടറി അനുവദിക്കുന്നില്ല. അദ്ദേഹം ജോലിക്ക് കയറുന്നതിൽ നിന്നും തടസ്സം നിൽക്കുന്നു. സെക്രട്ടറിയായിട്ട് അഭിനയിക്കുന്നത് നെടുമുടി വേണുവാണ്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ ആയിട്ട് അഭിനയിക്കുന്നതാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മകളാണ് മാളവിക നങ്ങ്യാർ എന്ന ഭരതനാട്യ നർത്തകി. അപ്പോൾ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരുന്ന സമയത്തും കലാമന്ദിരത്തിൽ വന്ന് കുട്ടികളെ ഡാൻസ് കളിക്കുന്നിടത്തൊക്കെ വന്ന് ഇരുന്ന് ഡാൻസ് കാണുമായിരുന്നു, അഭിപ്രായമൊക്കെ പറയും. എന്നാൽ അവിടുത്തെ കൂടുതൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അദ്ദേഹം വരുന്നതിന് എതിരായിരുന്നു. കാരണം അദ്ദേഹത്തിന് കേസുണ്ട് എന്ന് പറഞ്ഞാണ്. എങ്കിൽ അങ്ങനെ
ഇവിടുത്തെ സെക്രട്ടറി അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലിടുന്നു. അവിടെ വെച്ച് പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിക്കുന്നു. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ നിന്നും ഇറക്കി കൊണ്ടുവരുന്നു. നന്ദഗോപനെ ഇറക്കി കൊണ്ടുവരുന്നു. അപ്പോൾ അദ്ദേഹം കലാമണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ചു. ഒരു ദിവസം ഇവിടുത്തെ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്ന സമയത്ത് മാളവിക നങ്ങ്യാരുടെ അരങ്ങേറ്റ സമയത്ത് നന്ദഗോപൻ കൂവി ബഹളമുണ്ടാക്കുകയും മാളവിക നങ്ങ്യാരുടെ ശ്രദ്ധ പോവുകയും ചെയ്യുന്നു. അപ്പം മാളവിക നങ്ങ്യാരെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിലെ കുട്ടികളെയെല്ലാം സോമശേഖരനായി വേഷം ചെയ്യുന്നത് വിനീതാണ്. വിനീത് ഇതിൽ ഇവിടുത്തെ അധ്യാപകൻ, കഥകളി പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അനുജനാണ്. അപ്പോൾ ഹോസ്റ്റലിലാണ് ഈ സോമശേഖരൻ താമസിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നു. ഒന്നുകിൽ നന്ദഗോപൻ കുട്ടികളോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ജോലി രാജിവെച്ച് പോകണം എന്ന് പറയുന്നു. എങ്കിലും നന്ദഗോപൻ കുട്ടികളുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞ് അവരെ കയ്യിലെടുക്കുന്നതാണ്